നമസ്കാരം. എൻ്റെ ലൈവ് കാണുന്ന എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കൊച്ചനുജന്മാർക്കും കൊച്ചനുജന്മാർക്കും എല്ലാ അമ്മ പെങ്ങന്മാർക്കും എല്ലാ സഹോദരന്മാർക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ആത്മഹത്യയും ചിന്തകളും മാനസിക പെരുമുട്ടുന്നു. ഇതിനെപ്പറ്റിയാണ് കുറച്ച് സമയം ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് മനുഷ്യർക്ക് ആത്മഹത്യാ പ്രവണത കൂടുന്നു, സ്വയം ജീവൻ വെടിയുന്നു? ഇതിനുള്ള എൻ്റെ മനസ്സിൽ വന്ന് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നു. അങ്ങനെ നമുക്ക് തോന്നാനേ പാടില്ല. അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ഞാനിവിടെ സംസാരിക്കാം. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു രക്ഷ, അതിൽ നിന്നൊരു മോചനം ലഭിക്കും. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത്, അതായത് ഈ ആത്മഹത്യ എന്ന് വെച്ചാൽ നമ്മുടെ സ്വയം ജീവൻ ത്യജിക്കുക, നമ്മുടെ ജീവൻ നമ്മൾ സ്വയം നശിപ്പിക്കുകയാണ് ഉണ്ടാകുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് കിട്ടിയ ഈ സുന്ദരമായ ജീവിതം ഒരു സെക്കൻഡ്, ഒരു അണു സെക്കൻഡ് കൊണ്ട് നമ്മൾ സ്വയം നശിപ്പിച്ച് കളയുന്നു. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആത്മഹത്യ എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടും മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രേമബന്ധങ്ങൾ, രണ്ടാമത്തത് കുടുംബത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ, അങ്ങനെ പല 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 വിഷയത്താലും മനുഷ്യന്മാരെ ഉള്ളിലേക്ക് ഈ ചിന്ത വരും. ചിന്തകൾ കൂടി 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 വീർപ്പുമുട്ടി മനുഷ്യനത് ചിന്തിച്ച് അവസാനം ഞാൻ മരിക്കാമെന്നുള്ള ഇതിൽ സ്വയം ജീവൻ പല കാരണത്തിൽ പല രീതിയിൽ ജീവൻ കളയുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ചിന്തിക്കാനേ പാടില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഒരു സൊല്യൂഷൻ കിട്ടില്ല. നമ്മളെ ജീവനാണ് തിരിച്ചു കളിയും. നമ്മൾ സ്വയം നമ്മളെ നശിപ്പിക്കും. നമ്മളെ വാശിക്ക് ചെയ്യും. നമ്മൾ ചിന്തിക്കും, നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ആത്മഹത്യ, എല്ലാവരും ദുഃഖിക്കും. കൂട്ടുകാർ ദുഃഖിക്കും, നാട്ടുകാർ ദുഃഖിക്കും, മാതാപിതാക്കളും ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുമെന്ന് ചിന്തിക്കുന്നതും ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഏറ്റവും വലിയ മണ്ടത്തരാണ്. അങ്ങനെ ഒരു കൊല്ലത്തോളം, ഒരു വർഷം, 2 വർഷം, 5 വർഷം ഒന്നും ആരും ദുഃഖിക്കില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദിവസവും ഉണ്ടാകുന്ന റോഡുകളിൽ കൂടെ ബസ് വാഹനം ഓടും, തീവണ്ടി ഓടും, വിമാനം പോവും, എല്ലാം നടക്കും. നമ്മൾ പോയി കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ സ്വന്തം കുടുംബക്കാരെ, ബന്ധുക്കളെ, കൂടപ്പുറപ്പിനെ, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇവരുണ്ട്. അത് ആരായാലും നേരെ തിരിച്ചങ്ങനെ ഞാൻ പറയുന്നത്. ഇപ്പം മകനായാലും മകളെ എല്ലാവരും വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യും? നമ്മൾ എല്ലാം ഭയങ്കര ദുഃഖിക്കും, നല്ലോണം ദുഃഖിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖിക്കും. അതൊന്നും ഇല്ല സഹോദരന്മാരെ, സഹോദരിമാരെ. ഒരു ദിവസം ഓർക്കും കൂട്ടുകാർ, ഒറ്റ ദിവസം. പിന്നെ അവരങ്ങ് മറക്കും. പിന്നെ അവരാ കാര്യം മറക്കും. ചിലപ്പോൾ 2 ദിവസം ഓർക്കും. ഒരു ചർച്ചാ വിഷയമാവും. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയാം. പിന്നെ 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 ദിവസങ്ങൾ ഇതിങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മളാ ഓർമ്മയുണ്ടാവില്ല. ബന്ധുക്കളും അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കും. പിന്നെ അതവർ മറക്കും. നമ്മുടെ അച്ഛനും അമ്മയും
നമ്മുടെ സഹോദരന്മാരും മറക്കും. പക്ഷേ അമ്മ അതെപ്പോൾ ഓർത്തുകൊണ്ടിരിക്കും. സ്വന്തം പെറ്റ അമ്മ ആ കാര്യത്തിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കും. നമ്മളെ 10 മാസം ഗർഭപാത്രത്തിലിട്ട് അമ്മ ഓർത്തുകൊണ്ടിരിക്കും. അമ്മ ഒരിക്കലും മറക്കില്ല. അമ്മക്ക് ആ ദുഃഖം സഹിക്കാൻ കഴിയില്ല. ഏത് മക്കളായാലും അമ്മക്ക് ആ ദുഃഖം സഹിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയാണത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഈ ലോകത്തിൽ എന്ത് പ്രതിസന്ധികളും എന്ത് ദുഃഖങ്ങളും എന്ത് നിരാശകളും ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. കാരണം നമ്മൾ മുഖാന്തരം നമ്മളെ കുടുംബക്കാർ, അച്ഛൻ, അമ്മ, സഹോദരന്മാർക്ക് നമ്മൾ അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ഏത് പ്രശ്നത്തിനും ഒരു പോംവഴി സൊല്യൂഷനുണ്ട്. നിങ്ങളെ മനസ്സിലത് ഇട്ട് അലട്ടും. നമ്മളെ മനസ്സിനുള്ളിൽ അത് ഇട്ട് അലട്ടും. വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിയാകും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒലയും മനസ്സ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ച്, കഴിഞ്ഞ വർഷം ഇതേ ദിവസം നിങ്ങൾ എന്നാ സംസാരിച്ചത്, എന്ത് ദുഃഖിച്ചത്, എന്ത് സന്തോഷിച്ചത്, ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാനത് കുറച്ച് കൊണ്ടുവരാം. കഴിഞ്ഞ മാസത്തെ 2-ാം തീയതി നിങ്ങൾ സംസാരിച്ച കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു അക്ഷരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാനത് വിടാം, മാസം വിടാം. കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാനതിനും കുറച്ച് കൊണ്ടുവരാം. 2 ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതും ഉണ്ടാവില്ല. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവും. അതും ഓർമ്മയുണ്ടാവില്ല. ഇത്രയിലും, അതായത് ഈ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പം നമ്മൾ 1 വർഷം 2 വർഷം 3 വർഷം വരെ ആ ഒരു പ്രതിസന്ധികൾ ഒരു മനുഷ്യനും നിൽക്കില്ല. എന്ത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. മാക്സിമം 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കടങ്ങളെ പറ്റിയാണ്. ബാങ്ക് കടങ്ങൾ, പല കടങ്ങളായിട്ട്. ഈ കടങ്ങളെ പറ്റിയാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബാക്കികളൊക്കെ നമുക്ക് പെട്ടെന്ന് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പോകും. ചിന്ത വരുന്നത് നമുക്ക് ഇവിടെ കടങ്ങളും കാര്യങ്ങളും അത് ദിനം പ്രതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. കടങ്ങൾ, ബാങ്ക് കടങ്ങൾ, അങ്ങനെ വണ്ടി എടുത്ത കടങ്ങൾ, അങ്ങനെ പല കടങ്ങളും. ഈ കടങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഈ കാര്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും നമ്മളത് മറക്കും. രാത്രി നമ്മൾ ഉറങ്ങും. പിറ്റേ ദിവസമാകുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ മറക്കും. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഒരു വലിയൊരു ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളെന്താവും, നമ്മൾ ആ ചൂട് തണിഞ്ഞ് വരും. നമ്മളൊരു ചൂട് ചായ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചായ ഓരോ സെക്കൻഡിലും തണുത്ത് വരുന്നത് പോലെ നമ്മൾ ഈ പ്രശ്നങ്ങളും മറന്ന് വരും. അതാണ് നമ്മളെ മനസ്സ്, നമ്മളെ ബ്രെയിനിൽ അങ്ങനെയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഓരോ ഉറക്കിലൂടെ അതെല്ലാം ഡിലേറ്റായി കഴിഞ്ഞു. പിന്നെ ഷാർപ്പ് ബ്രെയിനാവും നമ്മൾ, ഷാർപ്പായി രാവിലെ. അതല്ല, രാവിലെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നമുക്കൊന്നും തിരിയില്ല. നമ്മൾ ആ ഉറക്കച്ചോടുന്ന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറ്റി നമുക്ക് ചിന്തയുണ്ടാവില്ല. പിന്നെ കുറച്ച് റിലാക്സായി കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും, ഇന്ന് ജോലിക്ക് പോകണം, ഇന്ന് ഓഫീസിൽ പോകണം, ഇന്നൊരു കല്യാണത്തിൽ, പല കാര്യങ്ങളും നമ്മൾ ഉറങ്ങി എണീറ്റ ഉടനെ നമുക്കൊന്നും ആ ബ്രെയിന് ബ്ലൈൻഡാവും. ഒന്നും നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി ഓർമ്മയുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് പോകണമല്ലേ, അത് ഫോൺ ചെയ്യണമല്ലേ, പല വിഷയത്തിനെ പറ്റി മനുഷ്യന് ഓർത്തില്ല. ഇത്രയും ഓരോ ഉറക്കിൽ തീർന്ന് പല പ്രശ്നങ്ങളും.
ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ സ്വയം ജീവൻ, സുഖസുന്ദരമായി ഭൂമിയിലെ ജീവൻ, ജീവിക്കേണ്ട ജീവൻ നമ്മൾ ത്യജിക്കുന്നത്, വെടിയുന്നത് ഒരിക്കലും പാടില്ല. സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, കൊച്ചനുജന്മാർ, കൊച്ചനുജത്തിമാർ, നമ്മുടെ ജീവൻ നമ്മൾ സ്വയം ത്യജിക്കാൻ പാടില്ല. നമ്മളൊരു സമയം ആകുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവും. ചെറിയൊരു സമയം മാത്രമേ നമ്മൾ ഭൂമിയിലില്ലൂ. കോടി വർഷങ്ങളൊന്നുമില്ല, നമ്മൾ ലക്ഷത്തിൽ ലക്ഷങ്ങളുമില്ല. ഒരു 1000 ദിവസങ്ങൾ മാത്രം, 1000 എണ്ണിച്ചുട്ട അപ്പം പോലെ ചില ദിവസങ്ങൾ, ചെറിയ ദിവസങ്ങൾ മാത്രം നമ്മൾ ഈ ഭൂമിയിൽ, അത്രയില്ല നമ്മൾ ഭൂമിയിൽ. അല്ലാണ്ട് 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ഒന്നുമില്ല. പെട്ടെന്ന് ചെറിയൊരു സമയം. അപ്പോൾ ആ സമയം നമുക്കിവിടെ സുഖസുന്ദരമായി എല്ലാവരും സ്നേഹിച്ചു, പരസ്പരം സ്നേഹിച്ചു, ഇങ്ങനെയുള്ള മോശമായിട്ട് ചിന്തകളൊന്നും ചിന്തിക്കാണ്ട്, ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ചിന്തിക്കാണ്ട് സുഖസുന്ദരമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. നിങ്ങൾ ഇനി അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്നലത്തെ 2 ദിവസം മുമ്പുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ദുഃഖിക്കുന്ന കാര്യം ഒരാൾക്ക് വിഷം വരുമ്പോൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ ദുഃഖിക്കുന്ന കാര്യം ഇന്ന് വൈകുന്നേരം നാളെ നമുക്ക് അതങ്ങ് തീരും. നേരത്തെ പറഞ്ഞ പോലെ ചൂട് ചായ വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് വരുന്നത് പോലെ ആ പ്രശ്നങ്ങളും മറന്നു വരും. അത്രയുള്ളൂ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഈ സിമ്പിൾ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിലപ്പെട്ട ഈ ജീവൻ നമ്മൾ സ്വയം ത്യജിക്കുന്നു. അപ്പോൾ അതൊരിക്കലും പാടില്ല. ഒരിക്കലും സ്വയം ജീവൻ കളയാൻ പാടില്ല. നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും ഒരു നാൾ പോവും ഈ ഭൂമിയിൽ നിന്ന് ഒരു നാൾ പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഇന്നലത്തെ കാര്യം നമുക്ക് ഓർമ്മയില്ല. ഇന്നലെ ഇന്ന സംഭാഷണം പോലും നമുക്ക് ഓർമ്മയില്ല. ഇന്നലെ ദുഃഖിച്ച ദുഃഖം എന്തെങ്കിലും ഒരു കാരണത്തിൽ ഓർമ്മ കിട്ടും. പക്ഷെ അതിൻ്റെ ആ സംഭാഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഓർമ്മ കിട്ടില്ല. ഒരു ദിവസത്തെ കാര്യം രാവിലെ തൊട്ട് ഉച്ചവരെ സംസാരിച്ച കാര്യങ്ങൾ പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് എന്നാ സംസാരിച്ചത് പോലും അറിയില്ല. 1 വാക്കോ 2 വാക്കോ അല്ലാണ്ട് വേറൊരു കാര്യങ്ങൾ നമുക്കറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യനുള്ളത്. ഒന്ന് മറവി. ഈ മറവി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത്. നമ്മളെ അതിജീവനത്തിൻ്റെ ഒരു ഘടകമാണ് മറവി. അതിജീവനത്തിൻ്റെ ഒരു ഘടകമാണ് മറവി. പക്ഷെ മറവി നമ്മുടെ ജീവിതചര്യയിൽ ഓവറായിട്ട് കൂടാനും പാടില്ല. അത് രോഗമുണ്ട്. ഒരു രോഗമുണ്ടല്ലോ, അൽസിമേഷ്യ, അങ്ങനെ ഒരു രോഗമുണ്ട് മറവി. ആ രോഗത്തിന് പറ്റില്ല. സാധാരണ പൊതുവെയുള്ള മറവിയാണ്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ, ചെറുപ്പത്തിലെ കാര്യങ്ങൾ നമ്മൾ മറന്നില്ല. അങ്ങനെയുള്ള മറവിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കടിഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആത്മഹത്യയും ചിന്തകളും, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കും, അത്രയും കാലം സന്തോഷമായിട്ടും പരസ്പരം സ്നേഹിച്ചിട്ടും യാതൊരു പ്രശ്നങ്ങളിലും ഒന്നിനും ചെന്ന് ചാടാതെ സന്തോഷകരമായി ജീവിക്കാൻ നമുക്ക് ഈ ഭൂമി. സന്തോഷകരമായി ഒന്നിനും പോകാൻ പാടില്ല. ഒരു മോശമായ പല ഇതിലും ഒന്നിനും നിൽക്കാണ്ട് സുഖസുന്ദരം അവനവൻ്റെ ജോലി ചെയ്യുക. ജോലി ചെയ്ത് നമുക്ക് ഇല്ല, അത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. സന്തോഷമായി ജീവിക്കാൻ കഴിയും. അപ്പം വേണ്ടാത്ത ഈ ചിന്തകളൊക്കെ നിങ്ങളെല്ലാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ആരാ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്ന അവരെല്ലാം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയേ പാടില്ല. നമ്മൾ ബന്ധുക്കളെയും കുടുംബക്കാരെയും അച്ഛനും അമ്മേനെയും കണ്ണീര് കുടിപ്പിച്ചിട്ടാണ് അമ്മ പോകുന്നു. അവരെ ദുഃഖത്തിലേക്ക് എറിഞ്ഞിട്ടാണ് അമ്മ പോകുന്നത്. അവരലമുറയിട്ട് കരയും. അച്ഛനും അമ്മയും എല്ലാവരും, കുടുംബക്കാരും, ബന്ധുക്കളും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ ചിന്തകൾ തോന്നുന്നവർ ഒരിക്കലും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും. നമുക്ക് സുഖസുന്ദരമായി ജീവിക്കാം. എല്ലാ പ്രശ്നത്തിനും ഇവിടെ സൊല്യൂഷനുണ്ട് ഭൂമിയിൽ. ഒരു പ്രശ്നം സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഭൂമിയിലില്ല. എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷനുണ്ട്.
സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഭൂമിയിലില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ ഇന്ന് സംസാരിച്ചു നിങ്ങളോടല്ലാതെ. നമുക്ക് സുഖസുന്ദരമായി ജീവിക്കാം. വരുന്നിടത്ത് വെച്ച് കാണുക എന്നില്ല നിലപാടിൽ നിന്നോളാം. ഒന്നും സംഭവിക്കൊന്നുമില്ല. നമ്മളാരോ തൂക്കിക്കൊന്ന് കൊല്ലുമൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. തൂക്കിക്കൊല്ലുമെന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വലിയ ഇതെല്ലാം ആകുമ്പോൾ നമ്മളെ അങ്ങനത്തെ ഇതിൽ പോകാനും പാടില്ല. മോശപ്പെട്ട ഈ രീതിയിൽ കക്കാനോ കളവറ അങ്ങനത്തെ ഇതിലൊന്നും പോകാൻ പാടില്ല. അക്രമത്തിലോ ഒരു ഇതിലും പോകണ്ട. നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. സുഖസുന്ദരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് പറയാനില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. കാരണം ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മൾ ഇന്നും ചിന്തിക്കുന്നില്ല അല്ലേ. ഇന്നലെ ദുഃഖിച്ച ദുഃഖം ഇന്ന് ദുഃഖിക്കുന്നുണ്ട് ഇല്ല. കഴിഞ്ഞ മാസം ദുഃഖിച്ച ദുഃഖം ഇന്ന് ദുഃഖിക്കുന്നുണ്ട് ഇല്ല. കഴിഞ്ഞ ആഴ്ച ദുഃഖിച്ച ദുഃഖവും കഴിഞ്ഞ ആഴ്ച സന്തോഷവും നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇല്ല. അതെല്ലാം തീർന്നു. തണുത്ത് പച്ചവെള്ളമായി. ചൂടുവെള്ളം എന്നതുണ്ടായിരുന്നു. തണുത്ത് വന്ന് പച്ചവെള്ളം ഐസ് പോലെയായി. ഐസായത് ഐസ് അത്രയും. ഇന്നലെ ദുഃഖിച്ചതോ ഇന്ന് ദുഃഖിച്ചതോ ഒരു നമുക്ക് പല കാര്യത്തിലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മളെ മനുഷ്യന്മാരുടെ ദുഃഖങ്ങളെല്ലാം സിമ്പിളാണ്. ഈ ഒരു ഇതിൽ നമ്മൾ സ്വയം ജീവനെടുക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. സ്വയം ജീവൻ, നമ്മളെ വിലപ്പെട്ട ജീവൻ നമ്മൾ എടുക്കുന്നത് വലിയ മണ്ടത്തരങ്ങളാണ്. അങ്ങനെ ഒരിക്കലും ഒരാൾ ചെയ്യാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയം ഞാൻ ഇന്ന് കൊണ്ടുവന്നു. അങ്ങനെ ഈ ഒരു വിഷയത്തിനെ പറ്റി കൊണ്ടുവന്നു. ഇനിയിപ്പം ഞാൻ ലൈവിൽ പല വിഷയത്തിനെ പറ്റി സംസാരിക്കും. അത്രയും പറയാനുള്ളൂ. സഹോദരന്മാരെ എല്ലാവരും ഇങ്ങനൊരു കാര്യത്തിനെപ്പറ്റി ആരും ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. നമുക്ക് സുഖസുന്ദരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. ചെറിയൊരു സമയം മാത്രമേ നമ്മളെല്ലാവരും ഉള്ളൂ. നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന പോലും ആർക്കും ഒന്നും പറയാൻ കഴിയാത്തൊരു സമയമാണ്. ഒന്നും പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ പോയി ഉറങ്ങുന്നു, രാത്രി ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ക്ഷീണത്തിൽ ഉറങ്ങുന്നു. ആ ഉറക്കിൽ നമ്മൾ എണീറ്റ് പോകുന്ന പോലും അറിയാൻ പറ്റില്ല. അത്രയും ഇല്ല മനുഷ്യൻ്റെ ഒരു കാര്യങ്ങൾ. അത്രയും ഇല്ല മനുഷ്യന്മാരുടെ കാര്യങ്ങൾ. അത്രയും ഇല്ല. നമ്മളെ കയ്യിൽ കിട്ടുന്ന വാച്ച്, ആ വാച്ചിൻ്റെ സൂചി ഒന്ന് നിൽക്കും. അതുപോലെയാണ് നമ്മളെ ഹാർട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെത്തായി. മനുഷ്യനെ മരിച്ചു. അത്രയും മനുഷ്യൻ്റെ കാര്യം. ഇന്ന് കണ്ട ആളെ നാളെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും നമ്മൾ ലോകം പറഞ്ഞു നല്ല സന്തോഷിച്ചു ഇരിക്കാം. ഏത് സമയത്താണ് നമ്മളെ സമയം ഇതായി പോകുന്നറിയില്ല. അങ്ങനെ ആർക്കും വരുത്തല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരാൾക്കും ഒരു ദുർമരണമോ ഒരാപത്ഘട്ടങ്ങളോ ഒന്നും വരുത്തല്ല ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയായാലും ഭൂമിയിൽ പോവും എന്ന് കരുതി നമ്മൾ സ്വയം ജീവൻ പിടിയാനൊന്നും പാടില്ല ആരും. സ്വയം ജീവൻ പിടിയത്തിൽ വലിയ പ്രതീക്ഷ എന്തെങ്കിലും പ്രശ്നങ്ങളും വരുമ്പോൾ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. എല്ലാം മറക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം മറക്കും. എല്ലാവരും സൊല്യൂഷനും പോകുമ്പോഴേ ഭൂമിയിൽ തന്നെയുണ്ട്. പല ആൾക്കാരുമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, മറ്റുള്ളവരെ സന്തോഷിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും. ഇത്രമാത്രം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാം. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റോ കുറ്റങ്ങളോ ഞാൻ പറയുന്നിങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ആരോടെങ്കിലും ഒരു ഇതായി പോകുന്നത് ക്ഷമിച്ചു പോകണം. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇത് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. നമുക്കിങ്ങനെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുക. ഇങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ചിന്തിച്ച കാര്യം ഇന്ന് ഓർക്കുന്നില്ല. വൈകുന്നേരം ഇന്നലെ രാവിലെ പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോൾ ഓർക്കുന്നില്ല. രാവിലെ സന്തോഷം ഒപ്പില്ല, രാവിലെ ദുഃഖിച്ച ഒപ്പില്ല. ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ഇങ്ങനെ ചേഞ്ചായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും മതി. 2 കൊല്ലം മുമ്പ് നമ്മൾ ദുഃഖിച്ചത് ഇപ്പോൾ ഉണ്ടാകും. 2 കൊല്ലം മുമ്പ് സന്തോഷം ഇപ്പോൾ ഉണ്ടാകും. കഴിഞ്ഞ കൊല്ലം സന്തോഷം ഇപ്പോൾ ഉണ്ടാകും. കഴിഞ്ഞ കൊല്ലം ദുഃഖിച്ച ദുഃഖം ഇപ്പോൾ ഉണ്ടാകും. ഇത്രയിലും ഒരു ദിവസം ദുഃഖം നിൽക്കില്ല. പ്രശ്നങ്ങളും എന്തും ഇതുണ്ടെങ്കിലും ഒറ്റ നമ്മളെ ബ്രെയിനിൽ അത്രയും നിൽക്കില്ല. അത് പിന്നെ അതിങ്ങനെ ഡിലേറ്റായി പോകും നമ്മളെ ബ്രെയിനിൽ, നമ്മുടെ മനസ്സിൽ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാ സഹോദരന്മാരോടും ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. ഇനിയും പല വിഷയത്തിനെ പറ്റിയും
ലൈവ് ചെയ്യണം. സർവേശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് ഒത്തിരി പറഞ്ഞുകൊണ്ട് ഈ ലൈവ് ഇവിടെ അവസാനം. നന്ദി, നമസ്കാരം.